എന്തായാലും 2019 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടുകൾ ഇറക്കി പണം സമാഹരിച്ചത്. അത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ പ്രോജക്റ്റുകൾക്കായുള്ള ഫണ്ടായിരുന്നു. അപ്പോൾ കേരളം ആദ്യ ഏജൻസിയായിട്ടാണ് ഈ വിപണിയിൽ തന്നെ പ്രവേശിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ പലതവണ ഇഡി ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കുകയും അതുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട് കാരണം കാണിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ടോ തുടർന്നുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ധാരണയില്ല. എന്തായാലും 3 വർഷത്തിലധികമായി തുടരുന്ന ഇഡിയുടെ കേസാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. KR സാജു കൂടെ വിവരങ്ങൾ നൽകാനായി ചേരും. സാജു, 2019 ഇങ്ങനെ മസാല ബോണ്ടുകൾ വഴി ധനം സമാഹരിക്കാനുള്ള കേരളത്തിന്റെ ശ്രമമുണ്ടായത്. അതിനുശേഷം വലിയ തരത്തിൽ ഇഡി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷമായി ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഈ നോട്ടീസ് നൽകുന്നത്? ധനമന്ത്രിയായിരുന്നു ഇത്രയും കാലം ചോദ്യം ചെയ്യലിനും നോട്ടീസിനുമൊക്കെ നോട്ടീസൊക്കെ നൽകിയിരുന്നത് ധനമന്ത്രിക്കായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് കൂടെ അന്വേഷണം കടക്കുമ്പോൾ ഈ കേസിന്റെ നാൾ വഴികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ജിൽസി, മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകുന്നത് മുഖ്യമന്ത്രിയാണ്. കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകുന്നത്. നമുക്കറിയാം, മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുകയും അദ്ദേഹം നിയമപോരാട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തോമസ് ഐസക്കിന് പുറമെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയ്ക്കാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ KM എബ്രഹാമിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാരണം അദ്ദേഹമാണ് കിഫ്ബിയുടെ CEO എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തർക്കങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇഡി പറയുന്നത് മസാല ബോണ്ട് ഇടപാടുകളിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഫെമ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ഒരു സംശയത്തോടു കൂടിയാണ് അന്ന് ഇഡി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത്. കിഫ്ബിക്ക് വെറും രൂപ ഇൻഡോമിനേറ്റഡ് ബോണ്ട് ആയിട്ടാണ് മസാല ബോണ്ട് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഓവർസീസ് ക്യാപിറ്റൽ റൈറ്റിംഗ് ആയതിനാൽ ഫെമ ചട്ടങ്ങൾ ബാധകമാണ് എന്നാണ് ഇഡി കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മസാല ബോണ്ട് തന്നെ നിയമവിരുദ്ധമാണ് എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG 2021 റിപ്പോർട്ടിൽ കിഫ്ബി മസാല ബോണ്ട് ബോറോവിംഗ് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് കണക്കാക്കിയിരുന്നു. കാരണം കേരളം പോലൊരു സംസ്ഥാന സർക്കാർ സ്വന്തം പേരിൽ വിദേശ ഭാഗത്തു നിന്നും ബോണ്ട് വരുന്നത് ഇന്ത്യയിലെ അതൊരു സ്റ്റേറ്റിന് സാധിക്കുന്നത് അല്ല എന്നായിരുന്നു CAGയുടെ നിലപാട്. മാത്രമല്ല, കിഫ്ബിക്ക് സ്വതന്ത്രമായ വരുമാന മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ മസാല ബോണ്ട് കൂട്ടിച്ചേർത്ത കടം അത് സ്റ്റേറ്റിന്റെ ബാധ്യതയാണ് എന്ന നിലപാട് കൂടി എടുത്തിരുന്നു. അങ്ങനെ അത് കേരളത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമാണ് എന്ന നിലപാടും CAGയും ഒക്കെ എടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇഡി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വാദങ്ങളുണ്ട്. മസാല ബോണ്ടിന് റിസർവ് ബാങ്കിന്റെ നോട്ടിഫിക്കേഷന് അപേക്ഷിച്ചിട്ട് അവർ NOC നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് റിസർവ് ബാങ്കിന്റെ NOC നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മസാല ബോണ്ട് കേരളം വിൽക്കുകയും അതിലൂടെ പണം സമാഹരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഫെമ നിയമങ്ങളുടെ ലംഘനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമങ്ങളുടെ ലംഘനവുമല്ല എന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരിന് ഇതിനകെ ഉള്ള നിലപാട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഈ മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനമെടുത്തത് കിഫ്ബിയുടെ 17 ഡയറക്ടർ ബോർഡായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ വ്യക്തിപരമായ ഉത്തരവാദിത്തം ഇല്ല എന്ന് നേരത്തെ തന്നെ കിഫ്ബി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതാണ്. അതായത് കിഫ്ബിക്ക് ഒരു ഡയറക്ടർ ബോർഡുണ്ട്, മുഖ്യമന്ത്രി ചെയർമാനായ 17 ഡയറക്ടർ ബോർഡ്. ആ ഡയറക്ടർ ബോർഡായിരുന്നു അന്ന് മസാല ബോണ്ടിനുള്ള ഇറക്കാനുള്ള തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടായിരുന്നു ഇതിനകത്ത് കിഫ്ബി ഇഡിയുടെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകുക എന്ന ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് ഇഡി കടന്നിരിക്കുന്നു. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ് എന്നായിരിക്കും സംസ്ഥാന സർക്കാർ തീർക്കാൻ പോകുന്ന പ്രതിരോധം എന്ന കാര്യത്തിൽ നമുക്ക് ഊഹിക്കാൻ കഴിയും. കാരണം ഇതുവരെയും എടുത്തിട്ടുള്ള സമീപനങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ വേട്ടയാടുകയാണ് എന്ന ഒരു സമീപനമാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ നിലപാടിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. ഇഡി നമുക്കറിയാം നേരത്തെ പലതവണ സമൻസ് അയച്ചിരുന്നു മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കിൽ നിന്ന്. എന്നാൽ അദ്ദേഹം
അതുമായി ബന്ധപ്പെട്ട് മറ്റ് കോടതി നടപടികളിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇഡിയുടെ നോട്ടീസ് വരുന്നത് എന്നുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നേരത്തെ നടന്നു വരുന്നതാണ്. ഇതൊരു തിരഞ്ഞെടുപ്പ് കാലം രാഷ്ട്രീയ ഇടപെടലുകളാണ് എന്ന വ്യാഖ്യാനം നൽകിക്കൊണ്ട് അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന നിലപാടായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. പക്ഷെ പ്രതിപക്ഷം നേരത്തെ തന്നെ ഒരു സമീപനം എടുത്തിട്ടുണ്ട്. കിഫ്ബിയിലൂടെ എടുക്കുന്ന കടം അത് സംസ്ഥാനത്തിന്റെ കടമാണ് എന്ന് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അങ്ങനെ തന്നെ വരും എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിലേക്ക് പോവുകയും ചെയ്തതാണ്. മസാല ബോർഡുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതൊക്കെ ശരിയായെന്ന് പിന്നീട് തെളിഞ്ഞു എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിലുള്ളത്. ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ വാക്പോരിനുള്ള കളം ഇഡിയുടെ നോട്ടീസ് ഒരുക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടില്ല. ഇവിടെ സുപ്രധാനമായ നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട്. ആ നിലപാട് മസാല ബോണ്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ NOC അടിസ്ഥാനമാക്കി എന്നുള്ള വാദമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതിനാൽ തന്നെ അത് രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ളത് അല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ഇഡി ഇതിനകത്ത് ഇതുവരെ എടുത്തിട്ടുള്ള നിലപാട് ഒരു സംസ്ഥാനത്തിന് ഇത്തരത്തിൽ വിദേശത്ത് നിന്നും പണം സമാഹരിക്കുന്ന രീതിയിൽ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന നിലപാടാണ് അക്കാര്യത്തിൽ ഇഡി സ്വീകരിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജിൻസി. ശരി സാജു, എന്തായാലും വളരെ നിർണായക നീക്കമാണ് ഇഡിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളൊക്കെ സജീവമായിരിക്കുന്ന സമയത്ത് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കിഫ്ബി ചെയർമാൻ എന്ന രീതിയിൽ കിഫ്ബി ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട മസാല ബോണ്ടിൽ ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്ന നോട്ടീസ് ഇഡി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ ഈ പദ്ധതി പ്രതിപക്ഷമടക്കം എതിർത്തതാണ്. പൊതുകടത്തിന്റെ കൂടെ തന്നെ കിഫ്ബിയുടെ ഈ വായ്പകൾ പൊതുകടത്തിന്റെ കൂടെ തന്നെ പരിധിയിൽ വരുമെന്നാണ് പ്രതിപക്ഷം പറഞ്ഞതാണ്. പിന്നീട് കേന്ദ്രവും അത് വ്യക്തമാക്കിയതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇഡിയുടെ തെരഞ്ഞെടുപ്പ് വേട്ടയാടലായി തന്നെ ഇതിനെ മുന്നോട്ട് ഉയർത്തി കാണിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ NOCയോട് കൂടിയാണ് ഈ ഒരു മസാല ബോണ്ട് ഇറക്കിയത് എന്നുള്ള ഒരു വാദം കൂടി പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് ഈ ഘട്ടത്തിൽ ഉന്നയിക്കാവുന്നതാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു നീക്കം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എന്തായാലും ഈ ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി നോട്ടീസ് കൈപ്പറ്റിയോ എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇനി എന്ത് നടപടിയെടുക്കും എന്നുള്ളത് കൂടി പാർട്ടി ആലോചിക്കേണ്ടതാണ്. പക്ഷെ അതിനും അപ്പുറം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഇഡി നോട്ടീസ് അത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്.